ദൈവത്തിന് സ്തുതി. ഷാലോം ടെലിവിഷനിലൂടെ ഈസ്റ്ററിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ ജീവിത വിശുദ്ധീകരണ ധ്യാനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. തെയോസ്, നാം ദൈവത്തോടൊന്നായിരിക്കുന്ന, ദൈവം നമ്മളോടൊപ്പമായിരിക്കുന്ന, അങ്ങനെ ദൈവവും നമ്മളും ഒന്നായിരിക്കുന്ന ഒരു തെയോസ് അനുഭവത്തിലേക്ക് ഈ ധ്യാനം നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതയാത്രയിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു സ്വർഗീയ അനുഭവമുണ്ട്. അതിൻ്റെ കാരണങ്ങളും ആ അനുഭവം എങ്ങനെ വീണ്ടെടുക്കാമെന്നുമാണ് ഈ ധ്യാനത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്നത്. പെൻഗ്വിൻ പക്ഷികളെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. പെൻഗ്വിൻ പക്ഷികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. പെൺപക്ഷിയിടുന്ന മുട്ടയ്ക്ക് അടയിരിക്കുന്നത് ആൺപക്ഷിയാണ്. നീണ്ട 63 ദിവസ കാലഘട്ടത്തിലെ ഈ അടയിരിക്കുമ്പോൾ ആ ആൺപക്ഷി അനുഭവിക്കുന്ന ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ഭക്ഷണമില്ലാതെ, ജലമില്ലാതെ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് 63 ദിവസം നീണ്ട ദിവസങ്ങളോളം കാത്തിരുന്നുകൊണ്ട് ആ മുട്ടയ്ക്ക് മീതെ അടയിരിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു തപസ്സുണ്ട്, അതിനു പിന്നിൽ ഒരു കഷ്ടപ്പാടുണ്ട്, അതിനു പിന്നിൽ ഒരു പരിത്യാഗമുണ്ട്. എന്നിട്ട് ഇപ്രകാരമാണ് ഞാൻ വായിച്ചറിഞ്ഞിരിക്കുന്നത്: 60 ദിവസ കാലഘട്ടത്തിന് ശേഷം ആ മുട്ടകൾ വിരിഞ്ഞ് പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കുമ്പോഴേക്കും ഏകദേശം 45% തൂക്കം ആ ആൺപക്ഷിക്ക് നഷ്ടപ്പെട്ടിരിക്കും. ഇത് നമുക്ക് നൽകുന്ന ഒരു ആത്മീയ സന്ദേശമുണ്ട്. ആൺപക്ഷിക്കറിയാം തൻ്റെ കാൽ ചുവട്ടിരിക്കുന്ന മുട്ടയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു തലമുറയുടെ ജീവനാണ്. എനിക്ക് കാലൊന്നു പിടച്ചാൽ ഒരു തലമുറയുടെ ജീവനാണ് നഷ്ടപ്പെടുക. എനിക്ക് കാലൊന്നു പിടച്ചാൽ ഒരു തലമുറയുടെ ജീവനാണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് അതിശൈത്യത്തിലും കൊടും തണുപ്പിലും ഭക്ഷണമില്ലാതെ, ജലമില്ലാതെ അത് ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ അടയിരിക്കുക. നമുക്ക് നൽകുന്ന ആത്മീയ സന്ദേശം ഇതാണ്: നിന്റെ കാൽച്ചുവട്ടിൽ അനുഗ്രഹമുണ്ട്, നിന്റെ കാൽച്ചുവട്ടിൽ ഒരു തലമുറയുടെ ശാപമിരിക്കുന്നുണ്ട്. ഈ നോമ്പിൻ്റെയും പരിത്യാഗത്തിൻ്റെയും കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന ഒരു ആത്മീയ സന്ദേശം ഇതാണ്: വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, നോമ്പ് നോറ്റുകൊണ്ട്, നമ്മൾ പരിത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ വരുവാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് ദൈവിക ജീവനാണ് ലഭിക്കുക. അതുകൊണ്ട് നിന്റെ ജീവിത വിശുദ്ധി അനുസരിച്ച്, നിന്റെ ജീവിതത്തിലെ അഭിഷേകമനുസരിച്ച് വരുവാനിരിക്കുന്ന ഒരു തലമുറയ്ക്ക് ആത്മീയമായ നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കും. പലപ്പോഴും ജീവിതയാത്രയിൽ നമ്മൾ വ്യക്തിപരമായി നാം ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച് തിരിച്ചറിയാറില്ല. അതുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾക്ക് ജീവിതം അടിമപ്പെടുത്തി, പാപസുഖങ്ങൾക്ക് ജീവിതം അടിമപ്പെടുത്തി, നമ്മൾ പ്രാർത്ഥനകളില്ലാതെ, കുമ്പസാരമില്ലാതെ, വിശുദ്ധ ബലിയില്ലാതെ, നോമ്പില്ലാതെ, ഉപവാസമില്ലാതെ ലോകസുഖങ്ങളുടെ പിന്നാലെ യാത്ര പോവുകയാണ്. നമുക്ക് ഏദൻ തോട്ടത്തിലേക്ക് തിരിച്ചു വരാം. തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഏദൻ തോട്ടത്തിൽ ദൈവം ആദത്തെയും ഹൗവായെയും സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് പറുദീസായുടെ അനുഭവം കൊടുത്തു. ഈ പറുദീസ ആദത്തിനും ഹൗവായ്ക്കും മാത്രം സ്വന്തമായിട്ട് ദൈവം കൊടുത്തതല്ല. വരുവാനിരിക്കുന്ന വലിയ ഒരു തലമുറയുടെ മേൽ അടയിരുന്നു കൊണ്ട് അവർക്ക് മുഴുവനും സ്വർഗീയ ജീവിതത്തിൻ്റെ അനുഭവം പകർന്നു കൊടുക്കേണ്ടവരായിരുന്നു ആദവും ഹൗവായും. എന്നാൽ നമുക്കറിയാം, ആദത്തിൻ്റെയും ഹൗവായുടെയും ആദ്യ പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ഒരു ദൈവിക ജീവനുണ്ട്, നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മീയ ജീവനുണ്ട്. അത് പിന്നീട് തലമുറകളോളം സ്വാധീനിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് തിരുസഭ പഠിപ്പിക്കുക, ആദവും ഹൗവായും ചെയ്ത പാപം ഈ തലമുറ വരെ എല്ലാ തലമുറകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നുവെന്ന് തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ദൂഷ്യഫലങ്ങളും ദുരന്ത ഫലങ്ങളും ഇന്നും മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? നാം വ്യക്തിപരമായി ചെയ്യുന്ന പാപങ്ങൾക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും, നമ്മുടെ സമൂഹത്തിലും, നമ്മുടെ കുടുംബത്തിലും ചില സ്വാധീനങ്ങളുണ്ട്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം, ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. അവിടെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അബ്രാഹത്തോട് ദൈവം പറയുക, നീ ഈ ദേശം വിട്ടുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന ഒരു പുതിയ ദേശത്തേക്ക് യാത്രയാകണം. നിന്റെ പിതൃഭവനത്തെ വിടണം, ബന്ധുജനങ്ങളെ ഉപേക്ഷിക്കണം, സമ്പത്തൊന്നും എടുക്കരുത്. ഇപ്രകാരം ഒരു കൽപ്പന കൊടുത്തുകൊണ്ട് പുതിയൊരു ദേശത്തേക്ക് ഇതാ അബ്രാഹത്തെ പറഞ്ഞയക്കുന്ന ദൈവം. നിങ്ങൾക്കറിയാമോ, അബ്രാഹം ദൈവം പറഞ്ഞതനുസരിച്ച് യാത്രയായെങ്കിലും അബ്രാഹത്തിൽ ചില പാപങ്ങളുണ്ടായിരുന്നു, ചില കുറവുകളുണ്ടായിരുന്നു.
എന്താണ് കുറവ്? വചനം പറയുന്നു, അബ്രാഹാം യാത്ര ചെയ്തപ്പോൾ തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ കൂടെ കൊണ്ടുപോയി. സമ്പത്ത് കൈകളിലെടുത്തു, ആടുമാടുകളെ എടുത്തു. ദൈവം പറഞ്ഞതനുസരിക്കാതെ ദൈവം നിഷേധിച്ചത് കൈകളിലെടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന അബ്രാഹത്തിനെയാണ് പഴയ നിയമത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക. ഇതിൻ്റെ ദുരന്തം വലിയതായിരുന്നു. അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ആ സമൂഹം മുഴുവനും ഇതിൻ്റെ ദുരന്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം. മാത്രമല്ല, അബ്രാഹത്തിന് ദൈവം ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ നടത്തിക്കൊടുക്കുവാൻ ദൈവത്തിന് സാധിക്കാതെ വരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 5-ാം തിരുവചനം. അബ്രാഹാം സാറായെ, സഹോദരപുത്രനായ ലോത്തിനെ, അതുപോലെ തന്നെ പക്ഷിമൃഗാദികളെ, സമ്പത്തിനെയെല്ലാം കൂടെ കൊണ്ടുപോയി. ഇതിൻ്റെ ദുരന്തഫലമായി എന്ത് സംഭവിച്ചെന്നറിയാമോ? വചനം പറയുന്നു, അബ്രാഹത്തിൻ്റെയും അതുപോലെ തന്നെ ലോത്തിൻ്റെയും ആട്ടിടയന്മാർ തമ്മിലടിയായി വഴക്കായി. അവരുടെ അഭിഷേകം നഷ്ടപ്പെട്ടു. ഒരു തലമുറ മുഴുവനും, ഒരു കുടുംബം മുഴുവനും വഴക്കിലേക്കും വൈരാഗ്യത്തിലേക്കും പോകുന്നൊരവസ്ഥ അബ്രാഹത്തിന് മനസ്സിലായി. ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എനിക്കിഷ്ടപ്പെട്ട വ്യക്തികളെ, എനിക്കിഷ്ടപ്പെട്ട വസ്തുക്കളെ, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയതുകൊണ്ട് ഇതാ തകർച്ചകൾ ഒന്നൊന്നായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അബ്രാഹാം എന്ത് ചെയ്തെന്നറിയാമോ? തിരുവചനത്തിൽ പറയുകയാണ്, അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, ഇതാ ഞാൻ കാണിച്ചു തരുന്ന ഈ ദേശം മുഴുവനും നീ സ്വന്തമാക്കിക്കോ, സമ്പത്ത് മുഴുവനും നീ എടുത്തോ. ഒരു കാര്യം ചെയ്യണം, ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. വചനം പറയുന്നു, ഉൽപ്പത്തി 12:8 അബ്രാഹാം ലോത്തിനെ വിട്ടു പിരിഞ്ഞു. തൊട്ടടുത്ത വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു അത്ഭുതമുണ്ട്. എന്താണെന്നറിയാമോ? അബ്രാഹാം ലോത്തിനെ വിട്ട് പിരിഞ്ഞുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചപ്പോൾ തൊട്ടടുത്ത വചനം പറയുന്നു, അപ്പോൾ ദൈവം അബ്രാഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കാണിച്ചു തരുന്ന ദേശം മുഴുവനും നിനക്ക് ഞാൻ സ്വന്തമായി തരാം. ഇപ്പോഴുള്ള സമ്പത്തിൻ്റെ 10,000 ഇരട്ടി അനുഗ്രഹം നിനക്ക് ഞാൻ നൽകാമെന്ന് ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്യുകയാണ്. തൻ്റെ ചീത്ത കൂട്ടുകെട്ട്, ദൈവം ആശീർവദിക്കാത്ത ഒരു ബന്ധം വെട്ടിമുറിച്ചു കളഞ്ഞപ്പോഴാണ് ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമായി അബ്രാഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്, അഭിഷേകത്തിൻ്റെ ദൈവമായി അബ്രാഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. വീണ്ടും മറ്റൊരു സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ജോഷുവയുടെ പുസ്തകത്തിലാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇതാ ഇപ്രകാരം ഒരു കൽപ്പന ദൈവം കൊടുത്തു. ജെറിക്കോ പട്ടണം നശിപ്പിച്ചു കളഞ്ഞപ്പോൾ പാപഗ്രസ്തമായ, ശാപഗ്രസ്തമായ ആ മണ്ണിൽ നിന്ന് നിഷേധിക്കപ്പെട്ട ഒരു വസ്തു പോലും നിങ്ങൾ സ്വന്തമാക്കരുതെന്ന് ദൈവം കൽപ്പന കൊടുത്തു. എന്നാൽ നിങ്ങൾക്കറിയാമോ ആഖാൻ എന്ത് ചെയ്തുവെന്ന്? നിഷേധിക്കപ്പെട്ട വസ്തുക്കളും വസ്ത്രങ്ങളും വെള്ളി നാണയങ്ങളുമെല്ലാം അവൻ മോഷ്ടിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഇതിൻ്റെ ദുരന്തഫലം ആഖാനെ മാത്രമല്ല, ഇസ്രായേൽ സമൂഹത്തെ മുഴുവനും ബാധിക്കുകയാണ്. കാരണമുണ്ട്, ഈ മോഷണത്തിന് ശേഷം ഇസ്രായേൽ ജനത അമ്മോര്യരുമായി യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടുകൊണ്ടിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആഖാൻ ചെയ്ത പാപത്തിൻ്റെ ദുരന്തഫലമായി ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് വിജയിക്കുവാൻ സാധിച്ചില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോഷുവ പ്രവാചകന് മനസ്സിലായി, ആരോ തിന്മ ചെയ്തിരിക്കുന്നു, ആരോ പാപം ചെയ്തിരിക്കുന്നു. ജോഷുവ പ്രവാചകൻ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനൊടുവിൽ മനസ്സിലായി, ആഖാനാണ് മോഷണം നടത്തിയിരിക്കുന്നത്, പാപം ചെയ്തിരിക്കുന്നത്, തിന്മ ചെയ്തിരിക്കുന്നത്. ആഖാൻ പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ മോഷ്ടിച്ച വസ്തുക്കളും വസ്ത്രങ്ങളും നശിപ്പിക്കുവാൻ ആഖാൻ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, ആഖാന്റെ ഒരു പാപം ഇസ്രായേൽ ജനതയ്ക്ക് യുദ്ധത്തിൽ വിജയം വരിക്കുവാൻ തടസ്സമായി നിന്നുവെങ്കിൽ നാം തിരിച്ചറിയണം, നീയും ഞാനും നമ്മളും ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ചില ദുരന്തങ്ങൾ വരുത്തി വെക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. തുടർന്ന് പറയുന്നുണ്ട്, ആഖാനെയും അവൻ്റെ കുടുംബത്തെയും ജനം കല്ലെറിഞ്ഞു കൊന്നു. ഇന്നും ആ താഴ്വര ഇസ്രായേൽ ഉള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ആഗോർ താഴ്വര എന്നാണ് അതിൻ്റെ പേര്. ശാപഗ്രസ്തമായ ഒരു മണ്ണ്, ശാപഗ്രസ്തമായ ഒരു ഭൂമി. നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. ഇതുപോലെ ചില ശാപഗ്രസ്തമായ, ചില ബന്ധനങ്ങൾ നിറഞ്ഞ ചില ജീവിത സാഹചര്യങ്ങൾ നമുക്ക് കാണാം. ചില തകർച്ചകൾ, ചില കഷ്ടപ്പാട്, ചില കണ്ണുനീര്. എത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇതിന് പിന്നിൽ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. പഴയ നിയമത്തിൽ സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്.
വചനം പറയുന്നു, ദാവീദ് രാജാവ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തൻ. നിങ്ങൾക്കറിയാമോ, ദാവീദ് രാജാവ് തെറ്റ് ചെയ്തു. ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ ഊറിയായുടെ ഭാര്യയായ ബത്ശബയുമായി പാപം ചെയ്യുകയാണ്. എന്നിട്ട് ആ പാപം ദാവീദിൻ്റെ കുടുംബത്തെ, ഒരു തലമുറയെ, ഒരു നാടിനെ വേട്ടയാടുകയാണ്. ദാവീദിന് മകനെ നഷ്ടപ്പെട്ടു. ദാവീദിൻ്റെ സ്വന്തം മകൻ അബ്സലോം മറ്റൊരു സഹോദരിയുമായി, ദാവീദിൻ്റെ തന്നെ ഒരു മകളുമായി പാപം ചെയ്യുന്ന ഒരു സംഭവം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. അപ്പൻ ചെയ്ത പാപം മകനിലേക്ക് കടന്നു ചെല്ലുന്നു. അതിൻ്റെ ദുരന്തഫലം ഒരു തലമുറ മുഴുവനും വേട്ടയാടുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, ഈ ജീവിതയാത്രയിൽ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ ഒരു ദുരന്തമായി, ഒരു പരിണിതഫലമായി, ഒരു സ്വാധീനമായി, ഒരു ബന്ധനമായി വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. പാപത്തിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, അതിൻ്റെ ദുരന്തഫലം നമ്മിൽ നിലനിൽക്കുന്നു, നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നു. രണ്ട്, പാപ പ്രവണതകളും പാപവാസനകളും നമ്മിൽ തങ്ങി നിൽക്കുന്നു. അപ്പോൾ നാം മനസ്സിലാക്കണം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും വികാരവും എപ്പോഴും ദുഷിച്ചിരിക്കുന്നുവെന്നും ദൈവം കണ്ടു. ഈ ദുഷിച്ച മനസ്സ് ഒരപ്പനിൽ നിന്ന്, ഒരമ്മയിൽ നിന്ന് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപം എങ്ങനെയാണ് ഒരു തലമുറയെ, ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ മാരകമായ രോഗപീഠകൾ വന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള രോഗപീഠകൾ വന്നാൽ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഈ ശരീരത്തിൽ രോഗാണുവുണ്ട്. ഈ രോഗാണു നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദുരന്തഫലമായി നമ്മുടെ ശരീരം വീക്കാവുന്നു, ഇമ്മ്യൂണിറ്റി സിസ്റ്റം വീക്കാവുന്നു, രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നു. പാപം ചെയ്യുമ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. ആത്മീയ ജീവിതത്തിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, രോഗപ്രതിരോധ ശേഷി നമ്മുടെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വീക്കാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് മറ്റു പല രോഗപീഠകളും നമ്മളെ ആക്രമിക്കുന്നു. മറ്റു പല രോഗങ്ങൾക്കും നമ്മൾ അടിമയായിട്ട് മാറുന്നു. ആത്മീയ ജീവിതത്തിലും ചെയ്യുന്ന പാപത്തിൻ്റെ ദുരന്തഫലമായി പല രോഗങ്ങൾ, പല തകർച്ചകൾ, പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തെ വേട്ടയാടുവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, പാപത്തെക്കുറിച്ചുള്ള വ്യാപകമായ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹീബ്രു ഭാഷയിൽ പാപത്തെ സൂചിപ്പിക്കുവാൻ വ്യക്തമായി, കൃത്യമായി വാക്കുകളില്ല. പല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുക. അതിലൊരു പ്രധാനപ്പെട്ട വാക്കാണ് ഹഥ എന്ന് പറഞ്ഞ ഒരു ഹീബ്രു വാക്ക്. പാപത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മുദ്ര നഷ്ടപ്പെടുക, സംരക്ഷണത്തിൻ്റെ മുദ്ര നഷ്ടപ്പെടുക, പരാജയപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് സംരക്ഷണത്തിൻ്റെ മുദ്ര? ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 10-11 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ജോബിന് ചുറ്റും, അവൻ്റെ കുടുംബത്തിന് ചുറ്റും ദൈവം സ്വർഗീയ വേലി കെട്ടി അവനെ സംരക്ഷിച്ചിരുന്നു. പാപം ചെയ്യുന്ന വ്യക്തിക്ക് ഈ സംരക്ഷണ മുദ്ര നഷ്ടപ്പെടുകയാണ്. അവൻ പരാജയപ്പെടുകയാണ് ജീവിതത്തിൽ. സംരക്ഷണ മുദ്ര നഷ്ടപ്പെടുമ്പോൾ രോഗം നമ്മളെ ആക്രമിക്കും, തിന്മ നമ്മളെ ആക്രമിക്കും. അങ്ങനെ നമ്മുടെ വംശത്തിലെ ഓരോ തലമുറകളിലേക്കും പാപത്തിൻ്റെ സ്വാധീനങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം, വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് ഏറെ പ്രസിദ്ധമായ ഒരു ചികിത്സാ മേഖലയാണല്ലോ ജീൻ തെറാപ്പി. എന്താണ് ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജീൻ തെറാപ്പിയിൽ ഉദ്ദേശിക്കുക? ഒരു തലമുറയിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നതിനെ നമ്മൾ വംശ പാരമ്പര്യമെന്ന് പറയും. ഇന്ന് വൈദ്യശാസ്ത്രം കൃത്യമായിട്ട് തെളിയിക്കുന്നുണ്ട്, ഒരു തലമുറയിൽ നിന്ന്, അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, പൂർവികരിൽ നിന്ന്, നമ്മുടെ മുത്തച്ഛന്മാരിൽ നിന്നും മറ്റു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നത് വെറും രോഗപീഠകൾ മാത്രമല്ല, സ്വഭാവ സവിശേഷതകളുണ്ട്. രോഗപീഠകൾ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, മാറാരോഗങ്ങൾ, ക്യാൻസർ ആയിരിക്കാം, ഹീമോഫീലിയ ആയിരിക്കാം, ഡയബറ്റിസ് ആയിരിക്കാം, പലതരത്തിലുള്ള രോഗപീഠകൾ നമ്മുടെ തലമുറകളിലേക്ക് ജനിതകപരമായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നുണ്ട് എന്ന് വൈദ്യശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അത്രയും പ്രാധാന്യമറിയിക്കുന്ന വിധത്തിൽ വീണ്ടും വൈദ്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, സ്വഭാവ സവിശേഷതകൾ, രോഗപീഠകൾ മാത്രമല്ല, ചില സ്വഭാവ സവിശേഷതകൾ കൂടി അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൻ കോപപ്രകൃതിക്കാരനാണെങ്കിൽ ചില മക്കൾ അപ്രകാരമുള്ളതായിരിക്കും. അപ്പൻ മദ്യപാനിയാണെങ്കിൽ ചില മക്കൾ അപ്രകാരമുള്ള വ്യക്തിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്, നിർബന്ധമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു അപ്പനും ഒരമ്മയ്ക്കും
ഒരു കുടുംബത്തിൽ മക്കൾക്ക് പുതിയ ജീവിതം കൊടുക്കുമ്പോൾ, ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുമ്പോൾ എപ്രകാരം പ്രാർത്ഥിച്ചൊരുങ്ങണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പനും അമ്മയും പ്രാർത്ഥനാപൂർവം ആത്മീയതയിൽ വിശുദ്ധിയിൽ വളർന്ന് കുടുംബജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ അഭിഷേകവും അതിൻ്റെ അനുഗ്രഹവും നമ്മുടെ തലമുറയിലുള്ള മക്കൾക്ക് കിട്ടുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല രീതിയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ട്രാൻസ്ഫർ ആയി പോകുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ ദൂതൻ സാംസന്റെ ജനനത്തിന് മുമ്പ് അവൻ്റെ അമ്മയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു സന്ദേശം കൊടുക്കുകയാണ്. എന്താണെന്നറിയാമോ സന്ദേശം? സാംസൺ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്നും ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം, വീഞ്ഞോ ലഹരി പദാർത്ഥങ്ങളോ നീ കുടിക്കരുത്, തിന്മയായിട്ടുള്ള വസ്തുക്കൾ നീ ഭക്ഷിക്കരുത്, അശുദ്ധമായ സ്ഥലങ്ങൾ നീ സന്ദർശിക്കരുത്, അശുദ്ധമായിട്ടുള്ളതൊന്നും സ്പർശിക്കരുത്. ദൈവദൂതൻ സാംസന്റെ അമ്മയ്ക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കപ്പെട്ട ഒരു ശിശു ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ സ്വാംശീകരിക്കുന്നു, അവൻ സ്വന്തമാക്കുന്നു. അവൻ്റെ തലച്ചോറിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അമ്മയ്ക്ക് കുറ്റബോധമുണ്ടായി, ഭയമുണ്ടായി, ദുഃഖമുണ്ടായി, നിരാശയുണ്ടായി. പാപാവസ്ഥയിലാണ് ഒരു കൊച്ചുകുഞ്ഞ് ജനിക്കപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ആ കൊച്ചുകുഞ്ഞിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇത് വിശുദ്ധ ഗ്രന്ഥം മാത്രം പറയുന്നതല്ല, വൈദ്യശാസ്ത്രം ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്ന ചില സത്യങ്ങളാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? മാതാപിതാക്കന്മാർ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ, ഒരു തലമുറയ്ക്ക് ജീവിതം കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ അവർ പ്രാർത്ഥിച്ച് വിശുദ്ധിയോടുകൂടി കുമ്പസാരിച്ച് ആത്മീയമായ അനുഭവത്തിലായിരിക്കണം കുഞ്ഞുമക്കൾക്ക് ജന്മം കൊടുക്കേണ്ടത്. ഇവിടെ നാം ധ്യാനിക്കേണ്ട വിഷയം ഇതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ ഇതിനെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ വേണ്ട വിധത്തിൽ അനുദപിക്കുകയോ കുമ്പസാരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ദുരന്ത ഫലങ്ങൾ നമ്മുടെ മക്കളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഒരുപക്ഷെ കൈമാറ്റം ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇത് കത്തോലിക്ക സഭയും ഔദ്യോഗികമായി പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥമായ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിൽ 405-ാമത്തെ ഖണ്ഡികയിൽ ഇപ്രകാരം ഒരു പ്രബോധനമുണ്ട്: പാപത്തിലൂടെ ദുർബലമാക്കപ്പെട്ടതും തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതുമായ മനുഷ്യപ്രകൃതിക്ക് ഏറ്റ അനന്തരഫലങ്ങൾ എല്ലാ മനുഷ്യരിലും, ആദം മുതൽ ഇന്നുവരെയുള്ള എല്ലാ മനുഷ്യരിലും നിലനിൽക്കുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ മതഗ്രന്ഥമായ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ഇതാണ്: പൂർവികരുടെ നന്മയിലും തിന്മയിലും വരും തലമുറകൾ ഒരുപോലെ പങ്കാളിയാകുന്നുണ്ട്. നന്മയിലും തിന്മയിലും ഒരുപോലെ പങ്കാളിയാകുന്നുണ്ട്. ഇങ്ങനെ പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ഒരു കുടുംബത്തെ, ഒരു തലമുറയെ, ഒരു സംസ്കാരത്തെ വേട്ടയാടുമ്പോൾ സംഭവിക്കുന്ന ചില ദുരന്തങ്ങളാണ് നിയമാവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിടെ 7 കാര്യങ്ങളാണ് പറയുക പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ച്. ഒന്നാമതായി മാനസികവും വൈകാരികവുമായ ചില പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. രണ്ടാമതായി വിട്ടുമാറാത്ത പാരമ്പര്യ രോഗങ്ങൾ. മൂന്നാമതായി ഗർഭചിത്രം, വന്ധ്യത, അതോടൊപ്പം തന്നെ കുത്തഴിഞ്ഞ ജീവിത ശൈലികൾ. നാലാമതായി കുടുംബ തകർച്ചകൾ, വിവാഹബന്ധങ്ങൾ തകർന്നു പോകുന്നു. നാലാമതായി സാമ്പത്തികമായ പാപ്പരത്വങ്ങൾ. പിന്നെ വിട്ടുമാറാത്ത പാരമ്പര്യ രോഗങ്ങൾ. ആറാമതായി അത്യാഹിതങ്ങൾ, ദുർമരണങ്ങൾ. 7 കൊലപാതകം, ആത്മഹത്യ എന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണ മുദ്ര നഷ്ടപ്പെട്ട ഒരു ദൈവ പൈതലിന് അവൻ്റെ പാപത്തിൻ്റെ ഫലമായി ചില പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ അവനിൽ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ തലമുറയിൽ, അവൻ്റെ സംസ്കാരത്തിൽ വെളിപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് ഒരു സാധ്യത മാത്രമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ. ആരും തെറ്റിദ്ധരിക്കരുത്. പൂർവികരുടെ പാപത്തിൻ്റെ ദുരന്ത ഫലമായി ദൈവം നമ്മെ ശിക്ഷിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. പൂർവികരുടെ പാപത്തിന് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ല.
ശിക്ഷിക്കുന്ന ദൈവമല്ല യേശുക്രിസ്തുവിൽ വചനമായി മാംസം ധരിച്ചത്. മറിച്ച് പൂർവികരുടെ പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ ഒരു ബന്ധനമായി, ഒരു സ്വാധീനമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് തിരുവചനത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെ, ആദത്തിൻ്റെയും ഹവ്വായിയുടെയും സംഭവങ്ങളിലേക്ക് തിരിച്ചു വരാം. ആദവും ഹവ്വായിയും സന്തോഷത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി, ദൈവത്തിൽ ആശ്രയിച്ച് ആത്മീയമായ ജീവിതം നയിച്ചു കൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദത്തിനും ഹവ്വായിക്കും എന്ത് സംഭവിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആദവും ഹവ്വായിയും കുറ്റബോധത്തിനടിമയായി. അവർ സ്വയം വെറുത്തു, നിരാശ കടന്നു വന്നു. അവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നവരായി മാറി. അവരുടെ ജീവിതത്തിൽ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു. അവർ ഒളിച്ചിരിക്കുന്നവരായി. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ വികാരങ്ങൾ ആദത്തിലേക്കും ഹവ്വായിലേക്കും കടന്നു വന്നു. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, അപ്പനും അമ്മയും ആദവും ഹവ്വയും പാപം ചെയ്ത ഈ തിന്മയുടെ സാഹചര്യത്തിൽ അഭിഷേകമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, പശ്ചാത്താപമില്ലാതെ എന്തു ചെയ്തു? ഒരു പുതിയ തലമുറയ്ക്ക്, ഒരു പുതിയ കുഞ്ഞിന് ജീവൻ കൊടുക്കുകയാണ്. അവൻ്റെ പേരാണ് കായേൻ. പ്രിയപ്പെട്ടവരെ, കായേൻ്റെ ജനനത്തിന് ശേഷം എന്ത് സംഭവിച്ചു? വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ദൈവവിശ്വാസമില്ലാത്ത വ്യക്തിയായി മാറി, ദൈവഭയമില്ലാത്ത വ്യക്തിയായി മാറി, സഹോദരനെ കൊല്ലുന്നവനായി മാറി. ഒരുപാട് പ്രശ്നങ്ങൾ അവനിലേക്ക് കടന്നു വരികയാണ്. വീണ്ടും നമുക്കറിയാം, കായേൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട മറ്റൊരു വ്യക്തിയുടെ പേരാണ് ലാമക്ക്. ലാമക്കിന് എന്ത് സംഭവിച്ചു? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു. ലാമക്ക്, കായേൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട വ്യക്തി, ഇപ്രകാരം പറഞ്ഞു, കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ ലാമക്കിൻ്റെ പ്രതികാരം 77 ഇരട്ടിയായിരിക്കും. എന്താണ് ഇതിനർത്ഥം? കഴിഞ്ഞ തലമുറയിൽ ചെയ്ത പാപം അത് വർദ്ധിച്ച് പെറ്റുപെരുകി മറ്റു തലമുറയിലേക്ക് 7 ഇരട്ടിയായി 70 ഇരട്ടിയായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ അഭിഷേകത്തിൽ, ജീവിത വിശുദ്ധിയിൽ ജീവിച്ചില്ലെങ്കിൽ അതിൻ്റെ അഭിഷേകക്കുറവ് നമ്മുടെ മക്കളിലേക്ക്, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക. അബ്രാഹത്തിൻ്റെ സംഭവം തന്നെ നമുക്കെടുക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അബ്രാഹത്തിൻ്റെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. 20-ാം അധ്യായത്തിൽ 2-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ അതീവ സുന്ദരിയായിരുന്നു. ആദ്യത്തെ മിസ് യൂണിവേഴ്സ് എന്നോ മിസ് വേൾഡ് എന്നൊക്കെ നമുക്ക് പറയാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അബ്രാഹത്തിന് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. കാരണം അബ്രാഹത്തിന് വയസ്സ് 80 ഉണ്ട്, 10-70 ഉണ്ട്. ശരീരത്തിലെ തൊലികളൊക്കെ ചുക്കി തുടങ്ങി. ഈ സുന്ദരിയായ ഭാര്യയുടെ കൂടെ നടക്കുമ്പോൾ അബ്രാഹത്തിനൊരു പേടി, എൻ്റെ ഭാര്യനെ എല്ലാവരും തട്ടിക്കൊണ്ടു പോകോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എല്ലാവരും നോക്കോ. അതുകൊണ്ട് അബ്രാഹം എന്ത് ചെയ്തു? വചനത്തിൽ പറയുന്നു, ഒരു നുണ പറഞ്ഞു. അബ്രാഹവും ഭാര്യയും, ഭാര്യ ഭർത്താക്കന്മാരും ഒന്നിച്ചു പോകുമ്പോൾ മറ്റുള്ളവർ ചോദിച്ചു അബ്രാഹത്തോട്, ഇതാരാണ്? അബ്രാഹം പറഞ്ഞു, ഇതെൻ്റെ സഹോദരിയാണ്. ഭാര്യ എന്ന് പറയാതെ സഹോദരിയാണെന്ന് അവൻ നുണ പറഞ്ഞു. അതിനുശേഷമുണ്ടായ ദുരന്തം എന്താണെന്നറിയാമോ? അബിമലേക്ക് എന്ന് പറഞ്ഞ രാജാവ് അബ്രാഹത്തിൻ്റെ ഭാര്യ സാറായെ തട്ടിക്കൊണ്ടുപോയി. പിന്നീട് അത്ഭുതകരമായി ദൈവം ഇടപെട്ട് സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സാറ രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതല്ല. അബ്രാഹം പറഞ്ഞ നുണ, ഇത് എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞൊരു നുണ, നിങ്ങൾക്കറിയാമോ, അത് മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോവുകയാണ്. നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 26-ാം തിരുവചനത്തിലേക്ക്, അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ മറ്റൊരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ മകനായ ഇസഹാക്ക് റെബാക്കയെ വിവാഹം കഴിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ആ നാട്ടിൽ വെച്ച് അവർ യാത്ര ചെയ്യുമ്പോൾ പലരും അരികിലേക്ക് കടന്നു വന്നു. നാട്ടുകാരൊക്കെ വന്നിട്ട് ചോദിച്ചു, റെബേക്ക സുന്ദരിയായതുകൊണ്ട് നാട്ടുകാർ ചോദിച്ചു, ഈ വ്യക്തി ആരാണ്? നിങ്ങൾക്കറിയാമോ? ഇസഹാക്ക് പറഞ്ഞു, ഇത് ഭാര്യ എന്ന് പറയേണ്ടതിന് പകരം ഇസഹാക്ക് പറയുകയാണ്, ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പൻ പറഞ്ഞ നുണ മകൻ പറഞ്ഞിരിക്കുന്നു, മകൻ പറഞ്ഞ നുണ മകൻ്റെ മകൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൽ പരം തെളിവുകൾ എന്തു വേണം? അപ്പൻ്റെയും അമ്മയുടെയും ജീവിതശൈലി മക്കളിലേക്ക് വ്യാപിക്കുന്നുവെന്നുള്ള സത്യമല്ലേ ഇത് നമുക്ക് കാണിച്ചു തരിക. അതുകൊണ്ടാണ് ജെറമിയ 7:27 വചനം ഇപ്രകാരം പറയുന്നത്, അവർ പൂർവികന്മാരെക്കാളും ഇരട്ടിയായി അവർ തിന്മകൾ ചെയ്തു, പൂർവികരെക്കാളും അധികമായി അവർ തിന്മകൾ ചെയ്തു. പ്രിയപ്പെട്ടവരെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു തിരുവചനം എഴുതി വെച്ചിട്ടുണ്ട്. പൂർവികർ പാപം ചെയ്തു, വരുന്ന തലമുറ അതിൻ്റെ ദുരന്തം പേറുന്നു.
റോമാക്കാർക്ക് എഴുതിയപ്പെട്ട ലേഖനം 11-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. വചനം പറയുന്നു, വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും പരിശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഇന്നത്തെ തലമുറയിൽ നാം വിശുദ്ധിയിൽ ജീവിച്ചാൽ, അനുതാപത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനാപൂർവ്വം ജീവിച്ചാൽ വരുന്ന തലമുറയ്ക്ക് അഭിഷേകം കിട്ടും. അല്ലെങ്കിൽ മദ്യപാനത്തിന്, മയക്കുമരുന്നിന്, വ്യഭിചാരത്തിന്, തിന്മയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് സഹോദര നീ ജീവിച്ചാൽ ഈ തിന്മ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുമെന്ന് നീ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ കഴിഞ്ഞ തലമുറയിലോ ഇപ്പോഴുള്ള തലമുറയിലോ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിൻ്റെ ബന്ധനമുണ്ടെങ്കിൽ ഈ നൊയമ്പ് കാലഘട്ടത്തിൽ ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിലേക്ക് വരുവാനുള്ള ഒരു തീരുമാനം നമുക്ക് വേണം. ഏതൊരു തലമുറയിലേക്ക് നോക്കിയാലും, ആദത്തിൻ്റെ തലമുറ മുതൽ അബ്രാഹത്തിൻ്റെ തലമുറ വരെ, അബ്രാഹത്തിൻ്റെ തലമുറ മുതൽ ഈ തലമുറ വരെ നമുക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും, ചില വ്യക്തികൾ വിശുദ്ധരായി ജീവിച്ചതുകൊണ്ട് അവരെ പ്രതി ദൈവം ആ തലമുറയോട് കരുണ കാണിക്കുന്നു. നമുക്ക് ആദത്തിൻ്റെ തലമുറയിലേക്ക് കടന്നു വരാം. അവിടെ സോദോം ഗൊമോറയിൽ അവർ പാപം ചെയ്ത്, അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും അബ്രാഹത്തിൻ്റെ തലമുറയിലും ആദത്തിൻ്റെയും ഹവ്വയുടെ തലമുറയിലും പാപം ചെയ്ത് ഒരു മണ്ണ് പോലും ശാപഗ്രസ്തമായിരിക്കുന്ന ഈ അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ, ആ തലമുറയിൽ നിന്ന് 1-2 വ്യക്തികൾ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നതായി കാണാം. നമുക്കറിയാം, സേത്തിൻ്റെ പുത്രനായ ഏനോഷ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോൾ വചനം പറയുന്നു, അക്കാലത്ത് ഇസ്രായേൽ മക്കളെല്ലാം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വീണ്ടും നോഹിനെ കുറിച്ച് പറയുന്നു, ആ തലമുറയിൽപ്പെട്ട കറയറ്റ നിഷ്കളങ്കനായ വിശുദ്ധനായ മനുഷ്യനായിരുന്നു നോഹ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, ഈ ഭൂമിയെ മുഴുവനും തിന്മ നിറഞ്ഞതുകൊണ്ട്, പാപം ചെയ്തതുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതോർത്ത് കരയുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലുണ്ട്. മനസ്സുമടുത്ത് മനസ്സുനൊന്ത് ദൈവം ഈ ഭൂമിയെ മുഴുവനും നശിപ്പിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ വചനം പറയുന്നു, ദൈവം നോഹയെ പ്രതി ആ തലമുറയെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശിക്ഷാവിധിയിൽ ജലപ്രളയങ്ങൾ അയച്ചുകൊണ്ട് ഒരു തലമുറയ്ക്ക് ദൈവം ശിക്ഷ കൊടുക്കുമ്പോൾ, ഒരു തലമുറയെ നശിപ്പിക്കുമ്പോൾ വചനം പറയുന്നു, നോഹയെ പ്രതി, നോഹയെ ഓർത്തുകൊണ്ട് ദൈവം ആ തലമുറയോട് അല്പം കരുണ കാണിക്കുന്നുണ്ട്. നോഹയെയും കുടുംബത്തെയും ദൈവം തിരഞ്ഞെടുക്കുന്നു, ആ തലമുറയെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും വീണ്ടും നോഹ പോലും പാപത്തിനടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് ആ തലമുറ മുഴുവനും വംശനാശം സംഭവിച്ചു പോകുമ്പോൾ പിന്നീട് ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്നു. ആ അബ്രാഹത്തിലൂടെ ദൈവം രക്ഷാകര പദ്ധതികൾ ആരംഭിക്കുകയാണ്. ഒരു തലമുറയെ വിശുദ്ധീകരിക്കുവാൻ, ഒരു തലമുറയെ രക്ഷപ്പെടുത്തുവാൻ. പ്രിയപ്പെട്ടവരെ, ഒരു തലമുറയിൽ ദൈവം അബ്രാഹത്തെ, നോഹയെ വിശുദ്ധരായി കണ്ടുകൊണ്ട് രക്ഷിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ നിന്റെ തലമുറയിൽ ദൈവം കറയില്ലാത്ത ഒരു കുഞ്ഞാടിനെ കാത്തിരിക്കുന്നു. നമ്മുടെ തലമുറയിൽ ദൈവം വിശുദ്ധിയിൽ ജീവിക്കുന്ന കറയില്ലാത്ത ഒരു കുഞ്ഞാടിനെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം വിശുദ്ധിയിൽ ജീവിക്കണം, നാം പ്രാർത്ഥനയുള്ളവരാകണം, നാം ദൈവത്തിലേക്ക് കടന്നു വരുന്നവരാകണം. നോഹിന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നു, നോഹ കർത്താവിൻ്റെ മുമ്പിൽ പ്രീതി പാത്രമായി തീർന്നു. നിന്നിലൂടെ തകർക്കപ്പെടേണ്ട ഒരു ബന്ധനം നിന്റെ കുടുംബത്തിലുണ്ട്. നിന്നിലൂടെ തകർക്കപ്പെടേണ്ട ഒരു തിന്മയുടെ പൈശാചിക ശക്തി നിന്റെ ഭവനത്തിലുണ്ട്. നിന്നിലൂടെ തകർക്കപ്പെടേണ്ട ഒരു തിന്മയുടെ ദുരാത്മാവ് നിന്റെ കുടുംബത്തെ വേട്ടയാടുന്നുണ്ട്. നിന്റെ അനുതാപത്തിലൂടെ, നിന്റെ ജീവിത വിശുദ്ധിയിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ, നിന്റെ തപസ്സിലൂടെ തകർക്കപ്പെടേണ്ട ഏതോ ഒരു തിന്മ നമ്മുടെ കുടുംബത്തിൽ വേട്ടയാടുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് ദൈവം നമ്മുടെ തലമുറയിൽ, ഈ തലമുറയിൽ കറയറ്റ വിശുദ്ധിയുള്ള ഒരു മകന് വേണ്ടി, ഒരു മകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ നോയമ്പ് കാലഘട്ടത്തിൽ നല്ലൊരു കുമ്പസാരം നടത്തി ദൈവത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വ്യക്തികളിലുള്ള പാപം മറ്റ് തലമുറകളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതുമാത്രമല്ല, പാപം ചെയ്ത ചില മണ്ണിന്, പാപം ചെയ്ത ചില സ്ഥലത്തിന് അഭിഷേകം നഷ്ടപ്പെടും. അതിൻ്റെ ദുരന്തഫലമായി ആ മണ്ണ് ശപിക്കപ്പെട്ടതായി മാറും, ആ സ്ഥലം തിന്മ നിറഞ്ഞതായിട്ട് മാറും. വിശുദ്ധ ഗ്രന്ഥത്തിൽ തെളിവുകളുണ്ടല്ലോ. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കായേൻ സഹോദരനായ ആബേലിനെ കൊന്നപ്പോൾ ദൈവം പറഞ്ഞു, കായേനെ, ഇതാ നിന്റെ സഹോദരൻ്റെ രക്തം ഈ മണ്ണിൽ കിടന്ന് നിലവിളിക്കുന്നു. പാപഗ്രസ്തമായ, പാപക്കറ പുരണ്ട ഏതെങ്കിലും ഒരു മണ്ണിൽ
ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ബിസിനസ് ആരംഭിച്ചാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവിടെ അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, തെറ്റിദ്ധരിക്കരുത്, ദൈവം ശിക്ഷിക്കുന്നതല്ല, പാപം നമ്മളെ കൈവെടിയുന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വരപ്രസാദത്തിൻ്റെ ഒഴുക്ക് ആ സ്ഥലത്തിലേക്ക് നഷ്ടപ്പെട്ടു, ആ വ്യക്തിയിലേക്ക് നഷ്ടപ്പെട്ടു, ആ തലമുറയിലേക്ക് നഷ്ടപ്പെട്ടു, ആ കുടുംബത്തിലേക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ ദുരന്തഫലമായി വരും തലമുറയിലേക്ക് നമുക്ക് അഭിഷേകം, അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റാതെ വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചില സ്ഥലങ്ങൾക്ക്, ചില സാഹചര്യങ്ങൾക്ക് പാപത്തിൻ്റെ ഫലമായി അഭിഷേകവും അനുഗ്രഹവും നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഞങ്ങളൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയി. താമസിച്ചത് ഒരു വീട്ടിലാണ്. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് ആർക്കും ഉറക്കം കിട്ടുന്നില്ല. പിറ്റേ ദിവസം നേരം എടുത്ത് എഴുന്നേറ്റപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ആ ധ്യാനവുമായി ബന്ധപ്പെട്ട് പരസ്പരം ഐക്യമില്ലാതെ അസ്വസ്ഥപ്പെട്ട് സംസാരിക്കുവാനും തുടങ്ങി. ഞങ്ങൾക്ക് മനസ്സിലായി ഇതിന് പിന്നിൽ ഏതോ ഒരു ദുരാത്മാവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സംസാരിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്, കത്തോലിക്ക കുടുംബമാണെങ്കിലും ആ കുടുംബത്തിൽ പൂജ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഒരു ചിത്രം ഫ്രെയിം ചെയ്ത് ഒരു മുറിയിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. വിഗ്രഹാരാധനയ്ക്ക് പോയത്, അന്യദൈവങ്ങളുടെ ഇടയിലേക്ക് പോയതായിരിക്കാം. അതുകൊണ്ടെന്ത് സംഭവിച്ചു? ഞങ്ങൾക്ക് ആ ഭവനത്തിൽ ഉറക്കം കിട്ടിയില്ല. ഇവിടെ തിന്മയുടെ ശക്തിക്ക് ദൈവത്തിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, തിന്മയുടെ ശക്തികൾക്ക് ശക്തിയുണ്ട്, തിന്മയ്ക്ക് ശക്തിയുണ്ട്, ദൈവത്തിനും ശക്തിയുണ്ട്. എന്നാൽ ദൈവത്തിലേക്ക് കുമ്പസാരത്തിലൂടെ, വിശുദ്ധിയിലൂടെ കടന്നു വരാത്ത ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് ഒരു അഭിഷേകം നഷ്ടപ്പെടും, സംരക്ഷണം നഷ്ടപ്പെടും. അതിൻ്റെ ദുരന്തഫലമായി പൈശാചിക ശക്തികൾ നമ്മളെ വേട്ടയാടുവാനും ആക്രമിക്കാനും സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു വന്നത്. മറ്റൊരു സംഭവം പറയാം. ഇത് ധ്യാനിപ്പിക്കാൻ പോയ വേറൊരു ധ്യാനഗുരു പറഞ്ഞ സംഭവമാണ്. ആ ധ്യാനഗുരു ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയി. അദ്ദേഹം ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നു. ആ മുറിയിൽ കിടന്നുറങ്ങിയപ്പോൾ വളരെ തിന്മ നിറഞ്ഞ, പൈശാചിക നിറഞ്ഞ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി, അശുദ്ധിയുടെ സ്വപ്നങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ മനസ്സിലായി, ആ കുടുംബത്തിൽ ആ മുറിയിൽ വെച്ച് വ്യഭിചാരവും മറ്റു പല തിന്മകളും നടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം ആ സ്ഥലത്തെ ഡെസക്രേറ്റഡ് ആക്കി ചെയ്തുകൊണ്ട്, തിന്മ നിറഞ്ഞതാക്കിയതുകൊണ്ട് ആ തിന്മ നിറഞ്ഞ സ്ഥലത്തും സാഹചര്യത്തിലും പൈശാചിക ശക്തി ഭരണം നടത്തുന്നു. പ്രിയപ്പെട്ടവർ, ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടയാളത്തിൽ, ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണുന്ന വലിയൊരു ആത്മീയ സത്യമാണ്. മറ്റൊരു സംഭവം കൃത്യമായിട്ട് ബൈബിളിലുണ്ട്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, തോബിത്തിൻ്റെ മകൻ തോബിയാസ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, ആ കുടുംബത്തിൽപ്പെട്ട ആ തോബിയാസ് ഭർത്താവായ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തോബിത്തിൻ്റെ കുടുംബത്തിൽ വിവാഹം കഴിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും ഉടനെ മരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണത്? കാരണം ആ ഭവനത്തിൽ, ആ കുടുംബത്തിൽ ഏതൊരു തിന്മയുടെ സ്വാധീനം ആ ഭവനത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എന്നാൽ തോബിയാസ് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയെയും വിളിച്ചുകൊണ്ട് ആ മുറിയിലിരുന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ച് ഒരു കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ ഒരിക്കലും തിന്മ ആ കുടുംബത്തെ വേട്ടയാടിയില്ല എന്ന് മാത്രമല്ല, തിന്മയുടെ ദുരാത്മാക്കൾ ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഈ ധ്യാനത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു തിന്മയുടെ ബന്ധനം നമ്മെയോ നമ്മുടെ കുടുംബത്തെയോ തുടരെയായി വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ ഒരു ദൈവ പൈതൽ കുമ്പസാരിച്ച് ദൈവത്തോട് മാപ്പ് ചോദിച്ച്, ആ വ്യക്തി മാത്രമല്ല ആ കുടുംബം മുഴുവനും ദൈവത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നമ്മുടെ ഒരു പുതിയ ഭവനം വാങ്ങിച്ചു, ഒരു പുതിയ വസ്തു വാങ്ങിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ജപമാല വാങ്ങിച്ചു, കുരിശു വാങ്ങിച്ചു, നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ആശീർവദിക്കും, നമ്മളത് വെഞ്ചരിക്കും. കാരണം എന്താ? തിന്മയുടെ ഏതെങ്കിലും ഒരു അംശം ഈ വസ്തുക്കളിലേക്ക്, ഈ പ്രപഞ്ചത്തിൻ്റെ മൂലപദാർത്ഥങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അതിനെ ആശീർവദിക്കുമ്പോൾ അതിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോവുകയും ദൈവത്തിൻ്റെ ആത്മാവ് ആ വസ്തുവിലേക്ക്, ആ സ്ഥലത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ അതിന് അഭിഷേകം ലഭിക്കുന്നു. അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈ രൂപം നമ്മുടെ ഭവനത്തിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് ആത്മീയമായ പ്രേരണ ലഭിക്കുന്നു. അതിനെയാണ് പ്രേരക വരപ്രസാദം എന്ന് പറയുന്നത്. ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഒരു അഭിഷേകം, ഒരു ആത്മീയ പ്രേരണ, ചില സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ആത്മീയമായ പ്രേരണ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാർത്ഥനാലയത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോഴും
ഒരു തിയേറ്ററിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വികാരങ്ങൾ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഒരു ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. അതുകൊണ്ട് ആത്മീയമായൊരു പ്രേരണ നിനക്ക് കിട്ടും. എന്നാൽ തിന്മ നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ തിന്മയുടെ സ്വാധീനമുള്ളതുകൊണ്ട് ആ തിന്മയുടെ സ്വാധീനം നമ്മളെ ഭരിക്കാൻ സാധ്യതയുണ്ട്, നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ അഭിഷേകം ചോർത്തിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവം പഠിപ്പിക്കുന്നത്, നീ വിശുദ്ധിയിൽ വളരണം, അശുദ്ധമായത് സ്പർശിക്കരുത്, അശുദ്ധമായതിനെ നോക്കരുത്, അശുദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കരുത്, അശുദ്ധമായത് ഭക്ഷിക്കരുത്. ഈ ധ്യാനം നമ്മെ ക്ഷണിക്കുകയാണ് ഒരു ജീവിത വിശുദ്ധീകരണത്തിനായി. പാപത്തിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് പേഴ്സണൽ ഡൈമെൻഷൻ എന്ന് പറയും, വ്യക്തിപരമായ മാനം. 2 സോഷ്യൽ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ എന്നെ അന്ധകാരത്തിലേക്ക് നയിക്കുന്നു, അഭിഷേകം ചോർത്തിക്കളയുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ ഒരു സംസ്കാരത്തിൽ, ഒരു കുടുംബത്തിൽ, ഒരു ജീവിത സാഹചര്യങ്ങളിൽ അത് തിന്മയായിട്ട് സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ധ്യാനത്തിലൂടെ ജീവിതം വിശുദ്ധീകരിക്കാൻ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ വ്യക്തിപരമായ ജീവിതം, കുടുംബത്തിലെ ഓരോ വ്യക്തിയും ചിന്തിക്കണം, എൻ്റെ വ്യക്തിപരമായ ജീവിതം വിശുദ്ധീകരിക്കണമെന്ന്. സക്കേവൂസ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞത്, ഇതാ നിന്റെ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു, നിനക്ക് എന്നല്ല പറഞ്ഞത്, നിന്റെ ഭവനത്തിന്. ഭവനമെന്ന് പറയുമ്പോൾ അവിടെ അപ്പനുണ്ട്, അവിടെ അമ്മയുണ്ട്, ഒരു കുടുംബം മുഴുവനുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൽ നാം ജീവിത വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകൾ വരെയും അഭിഷേകം സ്വീകരിക്കും, അനുഗ്രഹിക്കപ്പെടും. മദ്യപാനിയായൊരു വ്യക്തി ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കുക, നിന്റെ മദ്യപാനം നിർത്തണം. അശുദ്ധിക്കും തിന്മയ്ക്കും അടിമപ്പെട്ട് കൊള്ളയും നടത്തി വഞ്ചനയും കൈക്കൂലിയും ഒക്കെ ചെയ്തുകൊണ്ട് പാപത്തിനടിമപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നീ തീരുമാനമെടുക്കണം, ഈ തിന്മ ഞാൻ നിർത്തിയില്ലെങ്കിൽ ഈ തിന്മ എന്നിലൂടെ എൻ്റെ മക്കളിലേക്ക് ഒരു സ്വാധീനമായി കൈമാറ്റം ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തിന്മ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു തീരുമാനം നിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നീ തീരുമാനിച്ചാൽ ദൈവം നിന്നെ രക്ഷപ്പെടുത്തും, നിൻ്റെ കുടുംബത്തെ രക്ഷിക്കും, അഭിഷേകം സ്വീകരിക്കും. നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മനോഹരമായ ഒരു സംഭവമുണ്ട്. പരിശുദ്ധ മറിയത്തിനു മുമ്പിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു തലമുറയ്ക്ക് അഭിഷേകമാകാൻ ദൈവം അമ്മയെ തിരഞ്ഞെടുത്തപ്പോൾ പരിശുദ്ധ മറിയം പറയുന്ന ഒരു തിരുവചനമുണ്ട്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. മറിയം ജീവിത വിശുദ്ധിയിൽ ജീവിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയായി ജീവിച്ചു. എന്നിട്ട് മറിയം തന്നെ പറയുന്നുണ്ട്, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈ മറിയത്തിൻ്റെ ദൈവവിളി എന്ന് പറയുന്നത്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ഉള്ള വിളിയാണ്. തലമുറകൾക്ക് ഒരു അനുഗ്രഹമാകാനുള്ള വിളി, തലമുറയ്ക്ക് ഒരു അഭിഷേകമാകാനുള്ള വിളി. അതിനുള്ള ഒരു വാഗ്ദാനം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 58-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ പുരാതന അവശിഷ്ടങ്ങൾ നീ പുനരുദ്ധരിക്കും, അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. വീണ്ടും വചനം പറയുന്നു, പൊളിഞ്ഞു വീണ മതിലുകൾ നീ പടുത്തുയർത്തും. വീണ്ടും വചനം പറയുകയാണ്, അനേകം ഭവനങ്ങളുടെ കേടുപാടുകൾ പോക്കുന്നവനെന്ന് നീ വിളിക്കപ്പെടും. യേശയ്യാ 61:4 പറയുന്നു, തലമുറകളായി ഉണ്ടായിട്ടുള്ള വിനാശങ്ങൾ നിന്നിലൂടെ പുനരുദ്ധരിക്കപ്പെടും. ഇതാ നിന്നിലൂടെ നഷ്ടപ്പെട്ട ഒരു സ്വർഗീയ അനുഭവം, നിന്നിലൂടെ നിന്റെ കുടുംബത്തിന് തലമുറയ്ക്ക് നഷ്ടപ്പെട്ട ഒരു പറുദീസായുടെ അനുഭവം നമുക്ക് തിരിച്ചു നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പങ്ങൾ മാറ്റുക. ദൈവം ശിക്ഷിക്കുന്ന ദൈവമായിട്ടല്ല നാം മനസ്സിലാക്കേണ്ടത്, രക്ഷിക്കുന്നവനും അനുഗ്രഹിക്കുന്നവനും സ്നേഹിക്കുന്നവനുമായി മനസ്സിലാക്കുക. പാപത്തിൻ്റെ ദുരന്തഫലമായിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും തകർച്ചകൾ അനുഭവിക്കുന്നതെന്നും ചില പ്രശ്നങ്ങളോടൊന്നും തിരിച്ചറിയുക. അതുകൊണ്ട് പാപത്തെ വെറുക്കുക, ദൈവത്തെ സ്നേഹിക്കുക. പാപിയെ സ്നേഹിക്കുക, പാപത്തെ വെറുക്കുക. നമുക്ക് ദൈവം നൽകുന്ന വാഗ്ദാനം നമുക്ക് സ്വീകരിക്കാം. നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം 5-ാം അധ്യായത്തിൽ 10-ാം തിരുവചനത്തിലൂടെ വലിയൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ 1000 തലമുറ വരെ കരുണ കാണിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ദൈവം നമ്മളോട് കരുണ കാണിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. നീ മനസ്സു മാറ്റിയാൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി മനസ്സു മാറ്റും.
നീ മനസ്സു മാറ്റിയാൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി മനസ്സു മാറ്റും. ഇന്നത്തെ ധ്യാന ചിന്തയിൽ നമ്മൾ കണ്ടതിതാണ്. വ്യക്തിപരമായ ജീവിതത്തിലെ പാപം എന്നെയും എൻ്റെ തലമുറയെയും വരാനിരിക്കുന്ന തലമുറയെയും ഒരു ബന്ധനമായി, സ്വാധീനമായി, പാപപ്രവണതയായി സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം, ദൈവത്തിലേക്ക് കടന്നു വരണം, അഭിഷേകം സ്വീകരിക്കണം. ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക, ഞാൻ കുമ്പസാരിക്കാൻ തയ്യാറാകും. വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്തവരുണ്ട്. നിന്റെ കുമ്പസാരക്കുറവ് മൂലം നിന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ട അഭിഷേകം വീണ്ടെടുക്കുവാൻ ദൈവം നിന്നെ വിളിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഹോസിയായുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവൾക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോപ്പുകൾ ഞാൻ തിരിച്ചു നൽകും. അവൾക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോപ്പുകൾ ഞാൻ അവൾക്ക് തിരിച്ചു നൽകും. മരുഭൂമിയിൽ വെച്ച്. മരുഭൂമി എന്താണ്? ഉപവാസത്തിൻ്റെ സ്ഥലമാണ്, പ്രാർത്ഥനയുടെ സ്ഥലമാണ്. അതുകൊണ്ടാണ് മോശ മരുഭൂമിയിൽ ഉപവസിക്കുന്നത്. യേശു 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മരുഭൂമി എന്ന് പറയുന്നത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും സ്ഥലമാണ്. ഒരു മരുഭൂമി അനുഭവത്തിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. ഒരു വിശുദ്ധീകരണത്തിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. അനുതാപത്തിൻ്റെ വഴിയിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. നമ്മളെയും നമ്മുടെ വരുന്ന തലമുറയെയും അഭിഷേകത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ആനയിക്കുവാൻ നീ വിശുദ്ധിയിൽ ജീവിച്ചാൽ മറിയത്തെ പോലെ നമുക്കും പറയുവാൻ സാധിക്കും, തലമുറകൾക്ക് ഞാൻ ഒരു അനുഗ്രഹമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളെ, ഈ നിമിഷം നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നിങ്ങളെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്, അനുകമ്പയുള്ളവനാണ്. ആ ദൈവത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുവാനുള്ള ഒരു തീരുമാനമെടുക്കാം. നീ മനസ്സ് മാറ്റിയാൽ നിന്റെ ദൈവം നിനക്ക് വേണ്ടി മനസ്സ് മാറ്റും.